തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലായിടത്തും ഇലക്ഷന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള തിരക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഈയൊരു തെരഞ്ഞെടുപ്പ് വേളയിൽ വടകരയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിൽ ഉൾപ്പെടുന്ന സുപ്രധാന നഗരസഭയാണ് വടകര. 2 ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, കടൽത്തീരം ഉൾപ്പെടെ അടങ്ങുന്ന വലിയൊരു പ്രദേശമാണ് വടകര. അതുമാത്രമല്ല, താലൂക്കിൻ്റെ ഭരണസിരാ കേന്ദ്രം കൂടിയാണ് ഈ ഒരു വടകര എന്ന് പറയുന്നത്. വാണിജ്യ വ്യാപാര കേന്ദ്രവും ആളുകൾ ഒരുപാട് എത്തിപ്പെടുന്ന ഒരു ഇടവും കൂടിയാണ്. ഇത്തരത്തിൽ വടകര നഗരസഭയിൽ ഈ ഒരു വടകരയിൽ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയ നേട്ടങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിവ ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു. വടകരയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അത്രയും വലിയൊരു പ്രദേശവും അത്രയും വലിയൊരു നഗരവും ഒക്കെയാണ് വടകര. അപ്പോൾ വടകരയുടെ വികസനത്തെക്കുറിച്ച് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ചെയർപേഴ്സൺ ആവുന്നതിന് മുമ്പേ തന്നെ വടകരയിലെ കൗൺസിലറായി നിന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വടകരയെ ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് ബിന്ദു ചേച്ചി. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു 5 വർഷത്തെ നേട്ടങ്ങൾ? അനുഭവങ്ങൾ ഒരുപാടുണ്ട്. 2010 വടകര നഗരസഭയിൽ PP രഞ്ജിനി ടീച്ചർ ചെയർപേഴ്സണായ ഒരു ഭരണസമിതിയോടൊപ്പം ചേർന്ന് 5 വർഷം ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു കാലഘട്ടം. അതിൻ്റെ തുടർച്ചക്കാരിയായി 5 വർഷം വീണ്ടും K. ശ്രീധരേട്ടൻ ചെയർമാനായ കൗൺസിൽ വൈസ് ചെയർമാനായി വരാനും സാധിച്ചു. സാധ്യതകൾക്കനുസരിച്ച് അന്നത്തെ ചെയർമാനോടൊപ്പം ചേർന്ന് 5 വർഷം ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ ഒരു തുടർച്ചയുടെ ഭാഗമായി പാർട്ടി എന്നെ ഏൽപ്പിച്ചൊരു വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു ഈ വടകര നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനം എന്നുള്ളത്. ഏറ്റെടുക്കുമ്പോൾ എല്ലാവരെപ്പോലെയും ഒരുപാട് ആശങ്കയുണ്ടായിരുന്നു. കാരണം കോഴിക്കോടിനും കണ്ണൂരിനുമിടയിലുള്ള ഏറ്റവും വലിയൊരു പട്ടണമായിരുന്നു വടകര. ആ വടകരയിലേക്ക് പിന്നിട്ട 10 വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വടകരയ്ക്ക് വേണ്ടിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിൽ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി ശുചിത്വ മാലിന്യ സംസ്കരണ മേഖല തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്തു തീർക്കണം. എന്നോടൊപ്പമുള്ള 46 പേരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ചെയ്തു തീർക്കണമെന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുകയും ആ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയോടുകൂടെ നിർവഹിക്കാൻ എല്ലാ ആളുകളുടെയും, അത് എന്താ പറയുക, വടകരക്കാരായ വടകരയ്ക്കപ്പുറത്തേക്കുള്ള പൊതുജനങ്ങൾ എന്നുള്ള രീതിയിലേക്ക് തന്നിട്ടുള്ള വലിയൊരു പിന്തുണ, ഭരണസമിതി അംഗങ്ങളുടെ പിന്തുണ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, ഇവിടെ നമുക്കറിയാം പൊതു സർവീസിൻ്റെ ഭാഗമായി ഒരുപാട് ആളുകൾ മാറി വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന പലരും പല ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ പഴയ കാലത്തെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ, ഇന്ന് വന്ന ആൾക്കാരൊക്കെ തന്നെ പുതിയതാണ്. അവരൊക്കെ തന്നെ വടകര എന്താണെന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ മുൻകാല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മുൻകാല ഉദ്യോഗസ്ഥന്മാർ തന്നിട്ടുള്ള പിന്തുണ ഏറ്റവും വലുതായിരുന്നു. നമുക്കറിയാം, നമ്മൾ ഭരണസമിതി തീരുമാനിക്കുന്ന കാര്യങ്ങൾ, പൊതുജനങ്ങൾ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം നിർവഹിച്ചു പോകണമെങ്കിൽ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ സഹായങ്ങളും സഹകരണങ്ങളും നിർബന്ധമാണ്. അത് ഒരുമിപ്പിച്ച് ഒത്തൊരുമയോടുകൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് വടകരയിൽ ഈ 5 വർഷം കൊണ്ടുണ്ടാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇത്രയും ഭംഗിയോടുകൂടെ തന്നെ പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഒന്നിച്ചു ഒരുമിച്ചിറങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായി ഇന്നീ കാണുന്ന വടകരക്കാർ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ, എന്താ പറയുക, ആ സമയത്ത് അന്നത്തെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തതും നമ്മൾ ഈ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം നല്ല നല്ല ആശയങ്ങൾ പങ്കുവെക്കുന്ന കൂട്ടത്തിൽ ഏറ്റെടുത്തതായിരുന്നു സാംസ്കാരിക ചത്വരം എന്നുള്ളത്. ഇനി വൈകുന്നേരങ്ങളിൽ നമുക്കൊക്കെ തന്നെ ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിലേക്ക് സമയം ചെലവഴിക്കാനും
അവിടെയുള്ള പരിപാടികൾ ആസ്വദിക്കാനും പറ്റാവുന്ന രീതിയിലേക്ക് നഗരത്തിലെ തിരക്കേറിയ ഒരു ഭാഗത്ത് തന്നെയാണ് ആ സാംസ്കാരിക ചത്വരം പണിതിട്ടുള്ളത്. ഒരുപാട് ആളുകൾ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, ഈ നഗര ഹൃദയഭാഗത്ത് ഇതിനേക്കാൾ വലിയൊരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ വടകര നഗരസഭയ്ക്ക് ഒരു വരുമാനമല്ലേ, മുതൽക്കൂട്ടല്ലേ എന്നുള്ളത്. പക്ഷേ അന്ന് ആ വരുമാനം മാത്രമല്ല ലക്ഷ്യം. നമുക്കിന്ന് കാണുന്ന രീതിയിലേക്ക് വടകരയുടെ മാറ്റത്തിനനുസരിച്ച് അതിമനോഹരമായ രീതിയിൽ തന്നെയാണത് പണിതതും. ഇന്ന് എല്ലാ വൈകുന്നേരങ്ങളും അവിടെ പരിപാടികൾ ആസ്വദിക്കാനായി ആളുകൾ എത്തുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ വടകരയ്ക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന നമ്മുടെ ഓഫീസ് ഒരുപാട് എന്താ പറയുക, ഭരണസമിതികൾ ആഗ്രഹിച്ചൊരു ഓഫീസ്. പക്ഷേ പലവിധ പ്രയാസങ്ങളിൽപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടും ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് ഈ ഒരു സമയത്ത് എല്ലാം ഭംഗിയോടുകൂടെ തന്നെ പൂർത്തീകരിച്ച് ഒരാഗ്രഹമായിരുന്നു ഇത്രയും വലിയൊരു ഓഫീസ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്. അതും സാധ്യമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആശങ്കകൾക്കൊടുവിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയോടുകൂടെ തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത്. ആ സാധ്യത എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എനിക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റി അല്ലാതെ എങ്ങനെയാണെന്നുള്ളത് പൊതുജനങ്ങളാണ് വിലയിരുത്തേണ്ടത്. അവർ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും തിരുത്തേണ്ട വശങ്ങൾ തിരുത്താൻ സാധ്യമായത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെ തന്നെ പൊതുജനങ്ങൾ വിലയിരുത്തുന്നതിനനുസരിച്ച് വരുംകാല ഭരണസമിതികൾക്ക് മുമ്പാകെ നമ്മൾ ഏറ്റെടുത്ത ദൗത്യങ്ങൾ ഏതൊക്കെയാണ് ഇനി പൂർത്തീകരിക്കാൻ അവസാന ഘട്ടത്തിൽ, അതായത് വടകരയുടെ ഇൻഡോർ സ്റ്റേഡിയം ശരിക്കും പറഞ്ഞാൽ ഉദ്ഘാടനത്തിലേക്ക് എത്തി നിൽക്കുകയാണത്. അതിൻ്റെ ഒരു ഫ്ലോറിംഗ് വർക്കുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മറ്റൊരു ഇൻഡോർ സ്റ്റേഡിയത്തിലും ഇല്ലാത്ത മാപ്പ് വുഡ് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഫ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വിദേശത്തു നിന്ന് കൊണ്ടുവരാനുള്ള ഒരു സമയം മാത്രമാണ് നമ്മുടെ മുമ്പിലേക്ക് തടസ്സമായത്. ബാക്കി ഏകദേശ കാര്യങ്ങളും അവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്കത് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വരുന്ന ആളുകൾക്ക് ഏറ്റവും വേഗത്തിൽ ചെയ്യാനും വടകരക്കാർക്ക് അത് ഉപയോഗപ്പെടുത്താനും പറ്റാവുന്ന രീതിയിലേക്ക് നമുക്ക് ഒരുക്കി ചേർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ എന്താ പറയുക, വലിയ വലിയ സന്തോഷം തന്നെയാണ്. കാരണം ഉത്തരവാദിത്തങ്ങൾ ഓരോന്നും ഏറ്റെടുക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ള ആ തോന്നലുകളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ സഹായിച്ചു. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ ഏറ്റവും താഴെ എൻ്റെ ഓഫീസ് വരെ ഭംഗിയോടുകൂടെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ പിന്തുണ തന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ തന്നിട്ടുള്ള നല്ല നല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അക്ഷരം പ്രതി ഇത് വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാത്ത വ്യത്യാസത്തിൻ്റെ ഭാഗമായി അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട ആളുകളിൽ നിന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെല്ലാം പൂർത്തീകരിച്ച് അല്ലെങ്കിൽ എല്ലാം തികഞ്ഞിട്ട് വന്നതല്ല എന്നുള്ള നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാവരോടും, കാരണം എനിക്ക് ചെറിയവരായാലും എനിക്ക് മുമ്പേ ഉള്ള ആളുകളായാലും അത് ഇവിടുന്ന് പോയ ആളുകളായാലും ഉദ്യോഗസ്ഥന്മാരിൽ മുൻകാല ഇവിടുന്നൊക്കെ തന്നെ പോയ സെക്രട്ടറിമാർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നുള്ള രീതിയിലേക്ക് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ആവേശവും ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രചോദനവും തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഫലമാണ് വടകര നഗരസഭ എന്ന് തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം ഒന്ന് ഈ മുനിസിപ്പാലിറ്റി ഓഫീസാണ്, മറ്റൊന്ന് ജൂബിലി കുളം നവീകരണം, അതേപോലെ സാംസ്കാരിക ചത്വരം. ഇതൊക്കെ വടകരയെ സംബന്ധിച്ച് പഴയ കാലങ്ങളിൽ നിന്ന് മാറി വടകരയിലേക്ക് വരുന്ന ആളുകൾക്ക് പുതിയൊരു അനുഭവം സമ്മാനിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഈ ഒരു കാലയളവിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു അഭിമാനവും സന്തോഷവും ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ വടകര അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നം മാലിന്യമാണ്. ട്രെഞ്ചിങ് ഗ്രൗണ്ട് ഉൾപ്പെടെ എപ്പോഴും വടകരയ്ക്ക് നെഗറ്റീവായി വരുന്ന ഒരു കാര്യമാണ്. അവിടെയും അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, ആശങ്കകൾ ഒരുപാടുണ്ടായിരുന്നു. ആശങ്കയോടൊപ്പം തന്നെയാണ് ഈ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചതും. എന്താ പറയുക, ആരായാലും ഉണ്ടാവും ഒരു ഭയപ്പാട്. ആ ഭയപ്പാടോടുകൂടെ തന്നെ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ട്രെഞ്ചിങ് ഗ്രൗണ്ട് നമുക്കറിയാം, ഒരുപാട് വർഷം അവിടുത്തെ പ്രദേശത്തുകാർ അനുഭവിച്ചൊരു ദുരിത ജീവിതമാണ്. അറിയാം ഒരു പ്രദേശത്തിൻ്റെ ദുരിത ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പം അതിനൊരു മാറ്റം വരണമെന്നുള്ള തീരുമാനം അതിയായൊരാഗ്രഹം തന്നെയായിരുന്നു. കാരണം
നല്ല സ്മെല്ലാണ് അവിടെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്നുള്ളത് അവിടെയുള്ള പ്രദേശവാസികൾ പറയും. അതിനെ പ്രതിനിധാനം ചെയ്യുന്ന കൗൺസിലർമാർ പ്രയാസം പറയും. അപ്പോൾ സാധ്യതകൾ ഏതൊക്കെയാണെന്നുള്ളത്, കാരണം ഏതറ്റം വരെയും പോവുക എന്നാണല്ലോ, എന്നാൽ മുട്ടവിൻ തുറക്കപ്പെടും അല്ലേ. അങ്ങനെ മുട്ടി തുറന്നത് വേൾഡ് ബാങ്കിൻ്റെ സഹായമാണ്. KSWMPയുടെ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിന് വേണ്ടി DPR തയ്യാറാക്കി കൊടുത്ത സമയത്തേക്ക് വേൾഡ് ബാങ്ക് സഹായിക്കാമെന്ന് ഏറ്റു. അവരുമായി നിരന്തരം ചർച്ചകൾ നടത്തി ആ DPR അംഗീകരിക്കുകയും പണി ഏകദേശം ഒരു 85% പൂർത്തി. നമുക്കറിയാം, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ് മഴ വന്നത്. മെയ് ഒരു 20 ആകുമ്പോഴേക്കും ശക്തമായ രീതിയിലേക്ക് മഴ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് തുടർച്ചയായിട്ട് നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച വരെയും മഴ തന്നെയായിരുന്നു. ആ മഴ സമയത്ത് ചെയ്യാൻ എന്തായാലും പറ്റാത്ത കാര്യം ഇവർ വീണ്ടും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതുകൂടെ ഭംഗിയോടുകൂടെ തന്നെ ഈ സമയത്ത് തന്നെ പൂർത്തിയാകും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം. അതേപോലെ തന്നെ വടകരയെ സംബന്ധിച്ച് പറയുമ്പോൾ 2 ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, കടൽ തീരം ഉൾപ്പെടെ അടങ്ങുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള അപകടങ്ങളായാലും കുറ്റകൃത്യങ്ങളായാലും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടി, പല സ്ഥലത്തു നിന്ന് ആളുകൾ എത്തിപ്പെടുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ എല്ലാ സമയവും സജ്ജരായിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് വടകര. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അത് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ? നമുക്കറിയാം, നമ്മൾ ഈ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യം എല്ലാവർക്കും അറിയാം. ഒരു കോവിഡ് പ്രതിസന്ധി നിറഞ്ഞു നിന്ന സമയത്തായിരുന്നു ഈ ഉത്തരവാദിത്വത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2015-20 ഭരണസമിതി കാലഘട്ടത്തിൽ കോവിഡിനെ നേരിടാൻ വേണ്ടി തയ്യാറായ ആ തയ്യാറെടുപ്പിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ അന്നത്തെ ആ സ്ഥിതി നമുക്കത് തുടച്ചു നീക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന RRT വളണ്ടിയർമാർ, അതായത് പൊതുജന സേവനം എന്നുള്ള രീതിയിലേക്ക് വാർഡുകളിലെ വീടാന്തരം മരണാനന്തര ക്രിയകൾ മുതൽ മരുന്ന്, ഭക്ഷണം ഉൾപ്പെടെ എത്തിക്കുന്ന വലിയൊരു ടീം നമ്മളെ കോവിഡിനെ അതിജീവിക്കാൻ വേണ്ടി നാടാകെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചു. ആ സമയത്ത് കോവിഡ് മാത്രമല്ല, പിന്നീട് വന്നത് നല്ല മഴ സീസൺ, കാറ്റും കോളും നിറഞ്ഞ ആ ഒരു എന്താ പറയുക, ബാക്കോട്ടേക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് അന്ന് ഹക്കിം കൗൺസിലർ വാർഡിപ്പോൾ ആ വാർഡിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു ദിവസം 4 തവണ സന്ദർശിക്കേണ്ടി വന്നിട്ടുണ്ട്. 4 തവണയും പോകുന്ന സമയത്ത് നനഞ്ഞു കുതിർന്ന് കടലിന് നമ്മൾ എന്താണോ കൊടുത്തത് അത് മുഴുവൻ തിരിച്ച് വീട്ടുകാർക്ക് തന്നെ സമ്മാനിച്ചിട്ട് വീടകങ്ങൾ മുഴുവനും മാലിന്യ കൂമ്പാരമായിട്ട് നിന്നൊരു ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തത്തിൽ നമുക്ക് പിന്മാറാൻ വേണ്ടി സാധിക്കില്ല. എല്ലാത്തിലും. അപ്പോൾ ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ തന്നെ നമുക്ക് എന്താ പറയുക, വീട്ടുകാരുടെ പൂർണ്ണ സപ്പോർട്ടുള്ളത് കൊണ്ട് ഏത് സമയത്തും ഇറങ്ങാനും ഏത് സമയത്തും കയറി ചെല്ലാനും പറ്റാവുന്നൊരു വീടിൻ്റെ സപ്പോർട്ട്, അത് വലിയ സപ്പോർട്ട് തന്നെയാണ്. ഇത്തരത്തിലേക്ക് പൊതു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് 100% ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യങ്ങളും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ രാത്രി 2 മണി വരെയും കടൽ തീരത്ത് നിന്ന ദിവസമുണ്ട്. കടൽ കയറുന്ന ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ട അവസ്ഥ, ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം സജ്ജീകരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ, അത് തഹസിൽദാർ ഉൾപ്പെടെ റവന്യൂ വിഭാഗം ഉൾപ്പെടെയുള്ള ക്യാമ്പ് നമ്മൾ പലയിടങ്ങളിൽ സെറ്റ് ചെയ്തു. ആ ക്യാമ്പിലേക്ക് വരെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ മാറി താമസിക്കാത്ത ആളെ മാറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം എൻ്റെ ഓർമ്മയിൽ രാത്രി 2 മണിക്കും കടപ്പുറത്ത് നിന്നൊരു ദിവസമുണ്ട്. നമ്മളെ സൈക്ലോൺ ഷെൽട്ടറിൽ പാതിരാവരെ നിന്ന ദിവസമാണ്. അപ്പോൾ അതെല്ലാം എന്താ പറയുക, നല്ലൊരു അനുഭവം തന്നെയാണ്. കാരണം നമുക്ക് എല്ലാ പ്രതികൂല കാലാവസ്ഥയിലും അനുകൂല കാലാവസ്ഥയിലും സാഹചര്യത്തിനനുസരിച്ച് നേരിട്ട് മുമ്പോട്ടേക്ക് പോകാന്നുള്ള വലിയൊരു അനുഭവം. അതേപോലെ തന്നെ ഈ ഒരു 5 വർഷ കാലയളവിന് ഒരുപാട് പുരസ്കാരങ്ങൾ വടകരയെ തേടിയെത്തിയിട്ടുണ്ട്. അതേക്കുറിച്ച് പറയുമ്പോൾ പുരസ്കാരങ്ങൾ ഏറെക്കുറെ കിട്ടിയത് നമുക്കറിയാം, കേരളം 2050 തന്നെ നെറ്റ് സീറോ കേരളമായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കാൻ പോകേണ്ട ഒരുപാട് പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാരും
ഹരിത കേരള മിഷനും മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിലേക്ക് ഒരു തിരുവനന്തപുരത്ത് വെച്ചിട്ട് നടന്നൊരു സെമിനാർ, ആ സെമിനാറിൽ വടകര ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് ഈ നെറ്റ് സീറോ കേരളം ക്യാമ്പയിൻ ഏറ്റെടുത്ത ഏക നഗരസഭയായിട്ട് വരികയും ഹരിത കേരള മിഷൻ ചോദിച്ചു, വടകര പോലുള്ള ഒരു പട്ടണത്തിൽ നിങ്ങൾക്കിത് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. നമ്മളൊന്നിനും പിറകിലല്ല, സാധ്യമാകുന്നതൊക്കെ തന്നെ സാധ്യതയ്ക്കനുസരിച്ച് അതിനെ എങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു ആലോചനയാണ് വടകരക്കാർക്കുള്ളത്. അതുകൊണ്ട് ഏറ്റെടുക്കാമെന്ന് ധൈര്യത്തോടു കൂടെ തന്നെ പറഞ്ഞു. തിരുവനന്തപുരത്ത് വെച്ചിട്ട് നടന്ന ആ ഒരു സെമിനാറിൽ ഞാനൊരു പ്രബന്ധം അവതരിപ്പിച്ചു. ആ അവതരണത്തിലൂടെ തന്നെ വടകര അതിലേക്ക് ഇടം ചേരുകയും പിന്നീട് ഹരിത കേരള മിഷൻ്റെ സഹായത്തോടു കൂടെ തന്നെ 2.5 വർഷക്കാലം വടകര നഗരസഭയുടെ പദ്ധതിയിൽ നെറ്റ് സീറോ കേരളം ക്യാമ്പയിൻ പ്രവർത്തനം പദ്ധതിയിൽ വെക്കുകയും നിരവധിയായ ക്യാമ്പയിൻ വിപുലമായ രീതിയിലേക്ക് എന്താ പറയുക മാതൃകയായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ വാർത്തകൾ കൊടുത്ത ഒട്ടേറെ പത്രമാധ്യമ സുഹൃത്തുക്കൾ നമ്മൾ വടകരയിലുണ്ട്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ ഞങ്ങളെ ലക്ഷ്യം വെച്ചത് സംസ്ഥാനം 2050 ആണെങ്കിൽ വടകര 2035 കൂടെ തന്നെ പൂർത്തീകരിക്കണം. നമുക്കറിയാം അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെയൊക്കെ തന്നെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് വടകര നഗരസഭയ്ക്ക് എല്ലാ സപ്പോർട്ടിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ വികസന സദസ്സ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ഹരിത കേരള മിഷൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ TN സീമ മേഡമായിരുന്നു. ടീച്ചർ ഏറെ ആവേശത്തോടു കൂടെ തന്നെയാണ് വടകരയിലേക്ക് ഈ ഒരു പരിപാടി ഞാൻ വരാമെന്നേറ്റത്. കാരണം ഞാൻ പല പരിപാടികൾക്കും വിളിച്ച സമയത്ത് ടീച്ചർ പല തിരക്കാണ്. കാരണം സംസ്ഥാന കോർഡിനേറ്ററാണ്. അതുമാത്രമല്ല മറ്റേറെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മളെ ഡേറ്റിനനുസരിച്ച് സീമ ടീച്ചറെ കിട്ടാത്ത അവസ്ഥ. പക്ഷേ എന്നോട് എപ്പോഴും പറയും, ഒരു കടം വടകരയ്ക്കായിട്ടുണ്ട്, നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ വടകര വരും എന്നുള്ളത്. പക്ഷെ അന്ന് ആവേശത്തോടു കൂടെ ഏറ്റെടുക്കുകയും നമുക്ക് അന്നത്തെ ആ വേദിയിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത നഗരസഭ എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ നൽകുകയാണ് 2 പ്രോജക്റ്റ് എന്നുള്ളത്. ആ പ്രോജക്റ്റാണ് കഴിഞ്ഞ ദിവസം നമ്മളത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന ആളുകൾ നമ്മൾ കുറേ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ തുടങ്ങിയതൊക്കെ തന്നെ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ലൊരു മുന്നൊരുക്കം ആദ്യം അവർക്ക് എന്തായാലും നമ്മളൊന്ന് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ പുറത്തു നിന്നുകൊണ്ട് അവർക്കൊരു പരിചയപ്പെടുത്തൽ. കാരണം ഏറെക്കുറെ ആളുകളും പുതിയതായിട്ട് എന്നുള്ള രീതിയിലേക്ക് വരുമ്പം നമ്മളെ മുമ്പിലേക്ക് പദ്ധതി രേഖയുണ്ട്, ബഡ്ജറ്റുണ്ട്, അതൊക്കെ നോക്കി അതിനേക്കാൾ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആർക്കും കൂടെ സാധിക്കും. അതിനുള്ള നല്ല ബലമുള്ള ആളുകൾ തന്നെ ഇവിടെ ഇനിയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോൾ കൗൺസിലറായി, വൈസ് ചെയർമാനായി, ചെയർപേഴ്സണായി പൊതുരംഗത്ത് സജീവമായി ഇടപെടുന്ന ഒരാൾ. അപ്പോൾ ഇത്രയും വർഷത്തെ ഈ ഒരു കാലയളവിനുള്ളിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അനുഭവം ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഒട്ടേറെ ഉണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ഇങ്ങനെ മനസ്സിൽ തട്ടിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർത്ത് വെക്കാൻ പറ്റുന്ന അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റിയ ഞാൻ ഒരു വലിയൊരു അനുഭവം ഞാൻ നിങ്ങളെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. കാരണം ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുള്ള 4 കുടുംബങ്ങളുടെ ആധാരം സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ വൈസ് ചെയർമാനായ സമയത്ത് ഈ കുടുംബങ്ങൾ നിരവധി പ്രാവശ്യം വന്ന് സങ്കടങ്ങൾ ബോധ്യപ്പെടുത്തും. പക്ഷെ ആ സമയത്തൊക്കെ തന്നെ ഇത് പലവിധ സാങ്കേതിക പ്രശ്നങ്ങളിൽ പെട്ട ഫയലാണ് എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് പരിഹരിക്കാമെന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. എന്നിരുന്നാലും ശ്രമിക്കാമെന്നുള്ള വാക്ക് മാത്രമേ അവരുടെ മുമ്പിലേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് എനിക്കത് കൊടുക്കാനോ അല്ലെങ്കിൽ അത് സാധിപ്പിച്ച് തിരുവനന്തപുരത്ത് അല്ല സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഒരു തീരുമാനമാണ്. അത് ഏത് രീതിയിൽ എന്നുള്ളത് എന്താ പറയുക, എനിക്ക് ഈ 4 കുടുംബങ്ങളുടെ അനന്തരാവകാശികളായിട്ട് വരുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഇവരുടെ മുമ്പിലേക്ക് പറയും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തിരുവനന്തപുരം പോകുന്ന യാത്രയിലൊക്കെ തന്നെ ഈ ഒരു ഫയലിൻ്റെ പിറകിൽ തന്നെ എപ്പോഴും കയറി ഇറങ്ങലുണ്ട്. എന്താ പറയുക, അത് നീക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ
എനിക്ക് തോന്നുന്നത് എണ്ണിപ്പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 പ്രാവശ്യം ഇതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇവിടെ സാധാരണ അതിൻ്റെ ഒരു തീരുമാനം നേരെ സെക്രട്ടറിക്ക് വന്ന് ഫയലിൻ്റെ പ്രൊസീഡിങ്സ് എന്നുള്ള രീതിയിലേക്കാണ്. പക്ഷെ അതെൻ്റെ നേരിട്ട് എൻ്റെ കയ്യിലെത്തിയൊരു അനുഭവം, സന്തോഷം. അത്രയും പ്രാവശ്യം ഞാൻ പോയി ഇടപെട്ടു, എന്താ പറയുക, നല്ല മുഖപരിചയമുള്ള ഒരാൾ എന്നുള്ള രീതിയിലേക്ക് ഇവർക്ക് എൻ്റെ ബുദ്ധിമുട്ട് സഹിക്കുന്നില്ല എന്നുള്ളത് കണ്ടതുകൊണ്ട് അത് ഞാൻ വടകരയിൽ ഞാൻ 2 ദിവസം അവിടെ നിന്നു. അപ്പം അന്ന് പറഞ്ഞു അന്ന് എന്തായാലും കിട്ടിയാൽ മാത്രമേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല, നിങ്ങൾ കിട്ടിയ ട്രെയിനിന് കയറിക്കോ, വാട്സപ്പിൽ കയ്യിലേക്ക് തരും, പറ്റൂല, ആ പ്രിന്റ് തന്നെ എൻ്റെ കയ്യിലേക്ക് വേണം എന്നുള്ള രീതിയിലേക്ക് ഒരു ദിവസം കൂടെ എടുത്തു. രാവിലെ ആ ഒരു ഉത്തരവിൻ്റെ കോപ്പി കയ്യിൽ വാങ്ങിയതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് അവരുടെ നടപടിക്രമം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ സെക്രട്ടറി എന്നുള്ള രീതിയിലേക്ക്. പക്ഷേ ആ ഒരു സന്തോഷമുണ്ടല്ലോ, കാരണം നമ്മൾ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അത് കയ്യിലേക്ക് ആ ഉത്തരവ് നേരിട്ട് കിട്ടിയ ആ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കാരണം ആ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ ഇവരെ എന്നും പറയുന്ന പ്രയാസങ്ങൾ, അവർ പറയും ഞാനും മരിച്ചു പോയാലോ, പിന്നീട് ഇത് ചോദിച്ചു വരാൻ ഒരാളില്ല എന്നുള്ളത് ഒരു കുടുംബത്തിലെ ഒരാളെ വാക്കാണ്. അപ്പം നമുക്കറിയാം അവരെ ഹൃദയവേദന എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി എന്തായാലും ഇത് കൊടുക്കാൻ വേണ്ടി സാധിച്ചു. അതാണ് എനിക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ ഈ പാവപ്പെട്ട ആളുകളുടെ പ്രയാസങ്ങൾ അത് എന്തായാലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാറേണ്ടതാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഫയൽ നടപടി എന്നുള്ള രീതിയിലേക്ക് അവരുടെ ഭാഗത്തുള്ള കുറേയേറെ പോരായ്മകൾ കൊണ്ട് സംഭവിച്ചാണ്. പക്ഷേ അറിവില്ലാത്ത ആളുകൾ എന്നുള്ള രീതിയിലേക്ക് ആ പ്രയാസം മനസ്സിലാക്കി തന്നെയാണ് ഭരണസമിതി മുമ്പോട്ടേക്ക് പോയത്. ശക്തമായ ഭരണപക്ഷമാണ് കൂടെ ഉണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ അതിലും ശക്തമായ ഒരു പ്രതിപക്ഷവും ഇത്തവണ ഉണ്ടായിരുന്നു. ഒരുപാട് കൗൺസിൽ മീറ്റിലായാലും എപ്പോഴും പരസ്പരം ഒരു പോരാടിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് എന്താ പറയുക? അതാണ് ഞാൻ പറഞ്ഞത്. മുൻ വർഷം 2010-15 കൗൺസിൽ എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ വലിയ പ്രതിപക്ഷമായിരുന്നു. മാധ്യമരംഗത്ത് നിങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇല്ല, ഹാഷിമിന ആ സമയത്ത് എനിക്ക് പരിചയക്കുറവായിരുന്നു. അപ്പം അന്ന് ഇതിനേക്കാൾ വലിയ ബഹളമായിരുന്നു കൗൺസിൽ. പക്ഷെ അന്ന് പ്രതിപക്ഷത്ത് മുതിർന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, അതിന് നയിച്ചു കൊണ്ടാണ്. പക്ഷേ ഈ കൗൺസിലിലേക്ക് വന്ന സമയത്ത് പ്രതിപക്ഷത്ത് എന്നും ബഹളമുണ്ടാകലുണ്ട്. നമ്മൾ ആ സഭയ്ക്കുള്ളിലേക്കുള്ള ബഹളം അവിടെ വെച്ച ബഹളമായിട്ട് കാണും. പുറത്തിറങ്ങിയാൽ എല്ലാവരും ഒരുപോലെ എന്നുള്ള രീതി. അത് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്തും കക്ഷി രാഷ്ട്രീയ ഭേദത്തിനപ്പുറത്തേക്ക് 47 വാർഡുകളും വടകരയുടെ ഭാഗമാണെന്ന് ചിന്തിച്ചുകൊണ്ട് പൊതുവികസനം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് മുമ്പോട്ടേക്ക് പോയത്. എന്നാലും ഭരണസമിതി യോഗത്തിലേക്ക് കുറച്ച് ബഹളങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഒരു അജണ്ട പാസ്സാക്കി പോകുമ്പോൾ ഒരു സുഖമുണ്ടാവില്ല. എന്തായാലും ആ രീതിയിലേക്ക് കണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോയിട്ട്. എന്നാലും എനിക്ക് തോന്നുന്നത് ബഹളം കുറഞ്ഞൊരു കൗൺസിലായിട്ടാണ് തോന്നിയത്. ഈ അവസാന സമയത്താണ് കുറച്ച് രൂക്ഷമായത്. പക്ഷെ അതെല്ലാം എന്താ പറയുക, കാണേണ്ടതുപോലെ കണ്ട് ലാഘവത്തിൽ വിടേണ്ടത് ലാഘവത്തിൽ വിട്ടു, നമ്മൾ എടുക്കേണ്ടത് എടുത്തുകൊണ്ട് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. സാധാരണ നടപടിക്രമം എന്നുള്ള രീതിയിലേക്ക് കണ്ടുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വടകരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മേഖലകളിൽ വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും കുടിവെള്ളം, റോഡുകളുടെ വികസനം, ഈ ഒരു എല്ലാ മേഖലയിലും ചെറുതെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ചെയർപേഴ്സണെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. പൊതുജനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ചെറുതൊന്നുമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ വലുതായ നേട്ടങ്ങൾ. കാരണം കേരളത്തിന് മാതൃകയായിട്ടുള്ള അഭിമാന പദ്ധതിയാണ് വടകര നഗരസഭയുടെ സ്പേസ് എന്ന പദ്ധതി. ആ സ്പേസ് എന്ന പദ്ധതി ഉയരങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് LSS, USS, NMMS വിജയശതമാനം ഓരോ വർഷവും കൂടി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു കുട്ടികൾക്ക് ആകാശ പഠനം, ഇന്ന് നമുക്കറിയാം കുട്ടികളെല്ലാം AI യുഗത്തിലേക്കോ ഡിജിറ്റൽ യുഗത്തിലേക്കും മാറിയ നമ്മളെക്കാൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് ചിന്തിക്കുന്ന കുട്ടികളായിട്ട് മാറിയിട്ടുണ്ട്. അതെന്താ പറയണത്, 3 വയസ്സ് മുതൽ അവരെ ചിന്തകൾ, നമ്മൾ പറയുക ഒരു കുട്ടിയുടെ വളർച്ച നിരീക്ഷിക്കുന്നത് 3-ാം വയസ്സിൽ നിന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ആ 3 വയസ്സ് മുതൽ അവർ ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ആകാശ പഠനം സാധ്യമാകാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വടകര നഗരസഭയിലൊരു
എന്താ പറയുക, ബഹിരാകാശ പഠന കേന്ദ്രം നഗരസഭയുടെ സ്വന്തമായിട്ട് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ട്. അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അവർക്ക് 5 ബാച്ച് കുട്ടികൾക്ക്, അത് സെലക്റ്റീവായ 40 കുട്ടികൾ ഉൾപ്പെടുന്ന 5 ബാച്ച് അതിൻ്റെ തിയറി എന്നുള്ള രീതിയിലേക്കുള്ള പരിശീലനം നടത്തി കഴിഞ്ഞ് അത് ചെറുപ്പത്തിൽ തന്നെ, അതായത് UP തലങ്ങളിൽ നിന്ന് തന്നെ ഒരു ബഹിരാകാശ പഠന കേന്ദ്രത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് കുട്ടികൾക്ക് പരിചയപ്പെടുത്താനും പരിശീലിപ്പിക്കാനും വേണ്ടി നഗരസഭയുടെ പദ്ധതിയിൽ വെച്ച് ഓരോ UP സ്കൂളിനും ടെലസ്കോപ്പ് കുട്ടികളുടെ സാന്നിധ്യത്തിൽ സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നമ്മുടെ എല്ലാ സാന്നിധ്യത്തിൽ നമ്മളെല്ലാം തന്നെ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ടാണ് ആ ടെലസ്കോപ്പ് നിർമ്മിച്ച് ഓരോ സ്കൂളിനും കൈമാറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്ക്, കുട്ടികൾക്ക്, അധ്യാപകർക്ക് ഘട്ടങ്ങളിലായിട്ടുള്ള ശില്പശാലകൾ, അത് അതിവൈദഗ്ധ്യമുള്ള പുറത്തുനിന്നുള്ള അധ്യാപക സുഹൃത്തുക്കളെ വടകരയിലേക്ക് എത്തിച്ച് അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ച് കുട്ടികൾക്ക് ബോറടിക്കാത്ത രീതിയിലേക്ക്, അധ്യാപകർക്ക് പ്രയാസമില്ലാത്ത രീതിയിലേക്ക്, നല്ല രസകരമായ രീതിയിലേക്കുള്ള ക്ലാസ്സുകൾ അവർക്ക് സംഘടിപ്പിച്ച് കൊടുക്കാനും ആ ക്ലാസ്സിൻ്റെ ബേസിൽ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് സ്പേസിൻ്റെ ഭാഗമായിട്ട് അധ്യാപകർക്ക് കൊടുക്കാൻ വേണ്ടി. നമുക്കറിയാം, കോവിഡ് കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവരും തന്നെ ഓഫ്ലൈൻ സംവിധാനത്തിൽ നിന്ന് മാറി ഓൺലൈനിലേക്ക് മാറിയൊരവസ്ഥ. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കീർണതകൾ നിറഞ്ഞൊരു സമയമായിരുന്നു അന്ന് ഓൺലൈൻ പഠനം എന്ന് പറയുന്നത്. പല രക്ഷിതാക്കളും നമ്മളോട് ആവശ്യപ്പെട്ടു, 1-2 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ അടുത്തേക്ക് ഇരിപ്പിക്കാൻ തന്നെ പാട്. കാരണം ഇവർ അവരുടേതായ രീതിയിലേക്കുള്ള കളികളുമായിട്ട് പോകുമ്പോൾ പാഠഭാഗങ്ങൾ എങ്ങനെ ഈ ഫോണിനെ അടിസ്ഥാനമാക്കി കുട്ടികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ സംഘർഷങ്ങളുണ്ട്, മാനസികമായിട്ട് പ്രയാസമുണ്ടെന്ന് പല രക്ഷിതാക്കളും പറഞ്ഞതിൻ്റെ ഭാഗമായി നമ്മൾ 47 വാർഡുകളിലും ആ സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്കുള്ള ശില്പശാല സംഘടിപ്പിച്ചുകൊണ്ട് വടകര മേഖലയിലുള്ള അധ്യാപകർ കൂടെ ആ ശില്പശാലയിൽ പങ്കെടുത്ത് ഇവരെ ആശങ്ക മാറ്റിയെടുക്കാനും ഓൺലൈൻ സംവിധാനത്തിലൂടെ കുട്ടികൾക്ക് എങ്ങനെ പഠനം എളുപ്പത്തിലാക്കാവുന്ന രീതിയിലേക്ക് ക്ലാസ്സുകൾ കൊടുത്ത് നല്ല മാറ്റത്തോടുകൂടെ തന്നെ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ രക്ഷിതാക്കൾ അധ്യാപകരായിക്കൊണ്ട് ആ സമയങ്ങളിലേക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിച്ചത് വലിയൊരു അനുഭവം തന്നെയാണ്. പിന്നീട് പല രക്ഷിതാക്കളും ചോദിച്ചിട്ടുണ്ട്, ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് 3 മാസം കൂടുമ്പോൾ ഇത്തരത്തിലേക്കുള്ള ശില്പശാലകൾ സംഘടിപ്പിച്ചുകൂടെ എന്നുള്ളത്. എന്തായാലും പദ്ധതി മാർഗരേഖ പ്രകാരം കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിനേക്കാൾ കൂടുതലായിട്ട് അതിനെ മികവാർന്ന രീതിയിലേക്ക് കൊടുക്കാൻ വേണ്ടി വടകര നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയുകയാണ്, കായിക മേഖലയിലുള്ള ദിശ പ്രോജക്റ്റ്, സമഗ്ര കായിക വിദ്യാഭ്യാസ പ്രോജക്റ്റായ ദിശ. ഇന്ന് ദിശയെപ്പറ്റി അഭിമാനത്തോടു കൂടെ തന്നെയാണ് പറയുന്നത്. ഇനി വരുന്ന ആളുകളും ദിശയെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അവരും പ്രയത്നിക്കണമെന്നുള്ളത് തുടരെ എല്ലാവരോടും പറഞ്ഞു വരുന്ന കാര്യമാണ്. വീഴാതെ ഇതിനെ കൊണ്ടുപോകണം എന്നുള്ളത്. കാരണം ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി തന്നെ സംസ്ഥാനത്ത് പദ്ധതി രൂപീകരണ സമയത്ത് ഇത്തരത്തിലേക്കുള്ള പ്രോജക്റ്റ് വടകരയെ മുൻനിർത്തിക്കൊണ്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പിറകെ വരുമെന്നും, പക്ഷേ അവർ പിറകെ വരുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഏപ്രിൽ 9 ആകുമ്പോഴേക്കും 3 വർഷമാണ് ദിശ. ആ 3 വർഷത്തിന് മുമ്പായിട്ട് ദിശ രൂപീകരിക്കുക, അല്ലെങ്കിൽ ദിശയുടെ ആ പ്രോജക്റ്റ് രൂപീകരിക്കുമ്പോൾ ഇത്ര വലിയ പ്രോജക്റ്റാണെന്നൊന്നും ചിന്തിച്ചില്ല. കാരണം അന്ന് കൗൺസിലിൻ്റെ ക്ലർക്കായ പ്രസാദ്, കാരണം ആ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാളെന്നുള്ള രീതിയിലേക്ക് അവൻ്റെ ഭാവനയിൽ വന്നൊരു പ്രോജക്റ്റ്, അത് നമ്മുടെ ഇന്ന് ദിശ കായികമേള നമ്മുടെ ദിശയുടെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ഷീജിത്തുമായിട്ട് പങ്കുവച്ചു. ഞങ്ങൾ 3 ആളും കൂടെ ദിശ എന്ന ഒരു പ്രോജക്റ്റിനെ ആ രീതിയിലേക്കാണ് ചിട്ടപ്പെടുത്തിയത്. പക്ഷേ അന്ന് വടകരയ്ക്കൊരു ഒളിമ്പിക്സ് മെഡൽ എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ അന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ പ്രതിഭകളെ വളർത്തിയെടുക്കുമ്പോൾ ഈ ദിശ ഒരു 10 വർഷം അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് കുട്ടികൾ മികച്ച രീതിയിലേക്ക് എത്തുമെന്ന് ഞാൻ ധരിച്ചത്. കാരണം കായിക മേഖലയിൽ വലിയ പ്രാഗൽഭ്യമൊന്നും ഇല്ലാത്ത ഒരാളെന്നുള്ള. പക്ഷേ ഇവർ രൂപപ്പെടുത്തുമ്പോൾ ഇവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. കാരണം രണ്ടാളും അതേ ഫീൽഡിലുള്ള ആളുകൾ എന്നുള്ള രീതിയിലേക്ക് അവരുടെ ലക്ഷ്യം, അതിന് അവർ തന്ന അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഞാൻ അതിന് മധ്യത്തിൽ ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കൽ മാത്രമാണ്. പക്ഷേ ഏറ്റവും നന്നായിട്ട് ഒരു 2.5 വർഷമാകുമ്പോഴേക്കും ദിശയിലെ കുട്ടികളെല്ലാം തന്നെ ആദ്യം സ്കൂൾ കായികമേളയിൽ
പിന്നീട് ജില്ലാതലത്തിൽ, അതിനുശേഷം സംസ്ഥാന തലത്തിൽ, പിന്നെയാണ് ദേശീയ തലങ്ങളിലേക്ക് ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിലേക്ക് കുട്ടികൾക്ക് കേരള ടീമിൽ ദേശീയ തലത്തിൽ കളിക്കാനുള്ള അവസരം വരികയും നമ്മളെ കുട്ടികളെല്ലാം ഇന്ന് പല ഭാഗങ്ങളിലേക്ക് അതിൻ്റെ ഭാഗമായി പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 4ാമത്തെ ബാച്ചിൻ്റെ സെലക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പരിശീലനവും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടികളൊക്കെ തന്നെ വടകരയുടെ വലിയ കായിക മേഖലയുള്ള മുതൽക്കൂട്ടായിട്ട് മാറാൻ വേണ്ടി നഗരസഭയുടെ ഒരു കൈത്താങ് എന്നുള്ള രീതിയിലേക്കാണ് ദിശ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയായി ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദിശ മക്കൾക്കെല്ലാം തന്നെ നമ്മുടെ സ്റ്റേഡിയത്തിൽ കളിക്കാനുള്ള അവസരവും, വടകര അറിയപ്പെടുന്നത് വോളിബോളിൻ്റെ ഈറ്റില്ലം എന്നാണ്. ആ വോളിബോളിൻ്റെ ആളുകൾക്കും ഫുട്ബോൾ മാത്രം പുറത്തേക്ക് എന്നുള്ള രീതിയിലേക്ക് ഓപ്പൺ ഗ്രൗണ്ടും നല്ല രീതിയിലേക്ക് സജ്ജമാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ കൂടുതൽ സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തി എന്നുള്ള രീതിയിലൊക്കെ തന്നെ ആലോചിച്ച് മുൻപോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും വരുംകാല തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ദിശ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ആളുകൾ അതിനൊക്കെ തന്നെ തയ്യാറാവുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. എന്തായാലും ആ രീതിയിൽ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതേപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയുള്ള കാര്യത്തിൻ്റെ കൂടെ കായിക മേഖലയുടെ കൂടെ ചേർത്ത് വെക്കേണ്ട മറ്റൊരു പദ്ധതി ഒരു നീന്തൽ പരിശീലനത്തെക്കുറിച്ചുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഒരുവിധം കുട്ടികൾക്കൊക്കെ നീന്താനൊക്കെ അറിയുണ്ടാവും, കുളവും കാര്യങ്ങളൊക്കെ. പക്ഷേ വടകര പോലെ ഒരു നഗരപ്രദേശത്ത് അതിനുള്ള ഒരു പരിമിതിയുണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളുടെ നീന്തൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചത് വലിയൊരു നേട്ടം തന്നെയാണ്. വടകര നഗരസഭയുടെ പദ്ധതിയിൽ തന്നെയാണ് നീന്തൽ പരിശീലനം നമ്മൾ തുടക്കം കുറിച്ചത്. പദ്ധതി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യ നീന്തൽ പരിശീലനം. നമുക്കറിയാം, ഒരു ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും എല്ലാ കുളങ്ങളിലെയും പുഴകളും വറ്റി വരളുന്ന അവസ്ഥയാണ്. അപ്പോൾ പദ്ധതി രൂപീകരിച്ച് ആസൂത്രണ സമിതിയുടെ അംഗീകാരമൊക്കെ കിട്ടി ഇത് നിർവഹണ ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്തേക്ക് വെള്ളം കാണാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വർഷം അത് പൂർത്തീകരിച്ചത് പല അമ്പലക്കുളങ്ങളെയും, അതെടുത്തു പറയേണ്ടത് മേപ്പയുള്ള ഒരു സ്വകാര്യ വ്യക്തി, ഒരു അഹമ്മദ് എന്ന് പറയുന്ന അയാളുടെ ഒരു സ്വകാര്യ വീട്ടിലുള്ള നീന്തൽക്കുളം നമുക്ക് സൗജന്യമായിട്ട് വിട്ടു നൽകിക്കൊണ്ട് അയാൾ എല്ലാ സംവിധാനങ്ങളും വീടോട് ചേർന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കുറേ കുട്ടികൾക്ക് നമുക്ക് അവിടുന്ന് ആ 2 കുളങ്ങളിലായിട്ട് ഈ നീന്തൽ പരിശീലനം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ, അതായത് കോവിഡിന് മുമ്പേ ആണെന്ന എൻ്റെ ഓർമ്മ, SSLC പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് നീന്തൽ പരിശീലന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നഗരസഭയിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കുട്ടികൾ വരും. ആ ഒരു സാഹചര്യത്തിൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം വരികയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മഴ സീസണായി കഴിഞ്ഞാൽ മുങ്ങിമരണങ്ങൾ പത്രമാധ്യമങ്ങളുടെ ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ആ മുങ്ങിമരണങ്ങളിൽ നിന്ന് നമ്മളെ പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷപ്പെടുത്തണം. മുങ്ങിപ്പോകുന്ന ആളുകൾക്ക് രക്ഷകരാകാൻ വേണ്ടിയും പിന്നെ കുട്ടികളുടെ നല്ലൊരു വ്യായാമത്തിനും വേണ്ടിയും ഈ ഒരു പദ്ധതി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്താണെന്നുള്ള ഒരാലോചനയുടെ ഭാഗമായിട്ടാണ് ആ ഒരു പ്രോജക്റ്റിന് രൂപം കൊടുക്കുകയും ഇപ്പോൾ നമ്മൾ നഗരസഭയുടെ 12ാം വാർഡിൽ അവിടുത്തെ കൗൺസിലറായ കെ നളിനാക്ഷൻ അവരുടെ വാർഡിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ള ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂമി, അതിലൊരു മധ്യത്തിൽ ചെറിയൊരു ഭാഗത്ത് വെള്ളം കാണുന്ന രീതിയിലേക്ക് അത് പഴയകാല കുളമാണെന്നുള്ള മനസ്സിലാക്കുകയും അതിൻ്റെ ഉടമസ്ഥാവകാശം ആരുടെ പേരിലാണെന്ന് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം അത് നഗരസഭയ്ക്ക് വിട്ടുകിട്ടുന്നതിന് ആവശ്യമായുള്ള ഇടപെടലുകൾ ആ കൗൺസിലറുടെ നല്ലൊരു നേതൃത്വം, അത് അവിടെയുള്ള ആളുകളുടെ കൂട്ടായ്മയൊക്കെ തന്നെ രൂപീകരിച്ചുകൊണ്ട് ആദ്യം ആ കാട് പിടിച്ച പ്രദേശത്തെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനം തുടങ്ങി. പിന്നീട് അത് നഗരസഭയുടെ ആസ്തിയിലേക്ക് ഉൾപ്പെടുന്ന പ്രവർത്തനം ഉൾപ്പെടെ ആയതിനു ശേഷം അമൃത് പദ്ധതിക്ക് ഈ ഒരു നീന്തൽക്കുളത്തിൻ്റെ DPR നൽകുകയും അമൃത് പദ്ധതിയിൽ നിന്ന് നമുക്ക് അനുവദിച്ചു തന്ന ഫണ്ട് ഉപയോഗപ്പെടുത്തി ഒരു നീന്തൽക്കുളം അവിടെ രൂപപ്പെടുത്തുകയും ആ ഒരു കുളവും അന്ന് കായിക വകുപ്പ് മന്ത്രി തന്നെയായിരുന്നു നിർവഹിച്ചു തന്നത്. ഇന്ന് എൻ്റെ ഓർമ്മയിലേക്ക് 1200ഓളം കുട്ടികൾ നീന്തൽ പരിശീലനം പൂർത്തിയാക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പം തൽക്കാലത്തേക്ക് നല്ല നിറഞ്ഞ വെള്ളം കുളത്തിലുണ്ടെങ്കിലും നമ്മളിടയിലേക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം വന്നതോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നുള്ള നിർദ്ദേശമുള്ളത് കൊണ്ട് ഇപ്പോൾ പരിശീലനം ഇല്ലാത്ത അവസ്ഥയാണ്. എന്തായാലും അതൊക്കെ മാറി വരുന്ന സമയത്ത് നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു പ്രോജക്റ്റ് ഒരുപാട് കുട്ടികൾക്ക് ഇനിയും ഗുണം ചെയ്യും. കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ, അത്രയാണ്. വടകരയെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. ഇനി ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു 5 വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ളത്, പറഞ്ഞു കഴിഞ്ഞത്. അതിൽ എടുത്തു പറയേണ്ടത് ഈ പറഞ്ഞ പോലെ മാലിന്യ സംസ്കരണമാണ്. ഹരിത കേരള മിഷൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ, അതേപോലെ കായിക മേഖല, വിദ്യാഭ്യാസ മേഖല, കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ വലിയ നേട്ടം തന്നെയാണ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം. അതിൽ പോരായ്മകളുണ്ട്, ചില പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ഉണ്ട്. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കില്ല. അതൊക്കെ തിരുത്തി കൂടുതൽ മാറ്റം വരുത്തി ഇനിയും മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. അതിനൊപ്പം ഈ ഒരു അധ്യക്ഷ പദവി ഒഴിയുകയാണ്. എന്തായാലും പൊതുപ്രവർത്തകയായി അല്ലെങ്കിൽ എല്ലായിടത്തും കാണപ്പെടുന്ന വ്യക്തിത്വമായി ബിന്ദുവേച്ചി ഉണ്ടാവും തന്നെയാണുള്ളത്. അപ്പോൾ ബിന്ദുവേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതിനൊപ്പം വടകരക്കാരുടെ ഒരു ആശംസയും കൂടി അറിയിക്കുകയാണ്. ഓക്കെ, തീർച്ചയായും സന്തോഷം. നിങ്ങൾ അറിഞ്ഞില്ലേ, നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇനി നമ്മുടെ വടകരയിലും. വൈറ്റ് റെയിൽ ലൈറ്റ്സ് ആൻഡ് ഇന്റീരിയർ, കരിമ്പനപ്പാലം, നിയർ KTDC റെസ്റ്റോറന്റ്.